നമസ്തേ, എൻ്റെ പേര് ലിജിത രാജു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാര ഹസ്തങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി അല്ലേ? ഈ 10 അവതാരങ്ങൾ നമ്മൾ കൈമുദ്രകളിലൂടെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ദശാവതാര ഹസ്തങ്ങൾ: മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ, വാമന, പരശുരാമ, ശ്രീരാമ, ബലരാമ, ശ്രീകൃഷ്ണ, കൽക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ വെച്ചിട്ടുള്ള ഹസ്തങ്ങൾ, മുദ്രകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു പാട്ടും കൂടെ ചേർത്തിട്ട്. അത് നമ്മൾ രാവിലെ കേൾക്കുന്ന സുപ്രഭാതത്തിലെ കുറച്ച് വരികളിൽ ഭഗവാന്റെ ഈ 10 അവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ വെച്ചിട്ട് ഒരു ഷോർട്സ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് മുദ്രകളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു വീഡിയോ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അത് ക്ലാസ് ബേസ് കണ്ട് പഠിച്ചിട്ട് വരുന്നവർക്ക് ഇത് വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ജസ്റ്റ് ആ ഒരു സോങ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പം അത് നിങ്ങൾ ഈ ഒരു മുദ്രകൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഷോർട്സ് വീഡിയോ ഇതാണൊക്കെ ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് മുദ്രകൾ പിടിച്ച്, കൈമുദ്രകൾ നല്ല ഷാർപ്പായിട്ട് പിടിച്ച് ഞാൻ ലെസൺ 1ലും ലെസൺ 2ലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമസ്തേ.